ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാളൂസ് കിച്ചൻ. മാളൂസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ടേസ്റ്റുള്ള എഗ് മസാലയാണ്. നമ്മൾ സാധാരണ റെഡിയാക്കുന്ന എഗ് മസാലയിൽ നിന്നും ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇത്. കാര്യം ഇതിൽ നമ്മൾ തൈരും അതേപോലെ തക്കാളിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിന്. അധികം സ്പൈസി ഒന്നുമല്ല, എങ്കിൽ വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു എഗ് മസാലയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. എഗ് മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതിയാവും. 2 സൈഡും തിരിച്ചും മറിച്ചു വിട്ട് ഒന്ന് ജസ്റ്റ് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. മുട്ട റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, നമ്മളിതിൽ കടുകല്ല കേട്ടോ യൂസ് ചെയ്യുന്നത്, ജീരകമാണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി ചതച്ചത്, എല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് 2 മീഡിയം സവാള അരിഞ്ഞതാണ്. 2 മീഡിയം സവാള ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് സോട്ട് ചെയ്യാം. പെട്ടെന്നൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പും കൂടി ചേർക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പം തന്നെ അങ്ങ് ചേർക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഫൈനൽ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പ്യൂറിയാണ് ചേർക്കുന്നത്. ഞാനൊരു വലിയ തക്കാളി നല്ലപോലെ മിക്സിയുടെ ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുകയാണ്. പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ തക്കാളിയും കൂടി ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇതിൽ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് തന്നെ ഒരു പാകമാവണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. അപ്പോൾ മസാല റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇപ്പോൾ ഈ തൈരിൻ്റെയും മസാലയുടെയും മിക്സ് നമുക്ക് തക്കാളിയും കൂടി വെന്ത് കഴിയുമ്പം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തക്കാളി നല്ലപോലെ വെന്തിട്ടുണ്ട്, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് വേണം മസാലയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിനി മസാല മിക്സ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം. നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ മസാലയും തക്കാളിയും കൂടിയൊക്കെ നല്ലപോലെ ഒന്ന് ബ്ലെൻഡായി കിട്ടണം. അപ്പോൾ നമുക്കിത് ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ റെഡിയാക്കുമ്പോൾ സവാളയിലോട്ട് ഡയറക്റ്റാണ് നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. ഇവിടെ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്, നമ്മൾ തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ തൈര് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിക്ക് നല്ല തിക്നെസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ മസാലയുടെ ആ ഒരു പച്ചമണം എല്ലാം മാറണ്ടേ. അപ്പം ഇതൊരു 2-3 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തൈരില്ല എന്നുണ്ടെങ്കിൽ കടലമാവ് വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൈരിന് പകരം കടലമാവ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഗ്രേവിയുടെ തിക്നെസ് നോക്കിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർത്തായിരുന്നു, 1 ടീസ്പൂൺ. വേറൊന്നുമല്ല, മസാലയ്ക്ക് നല്ലൊരു കളറ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ചേർക്കുമ്പം കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ചേർക്കുക. അതാകുമ്പോൾ എരിവൊന്നുമില്ലല്ലോ. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുന്ന മസാലകളിലാണെങ്കിൽ അവർ കളറിന് വേണ്ടിയിട്ട് ഈ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. ഈ ഫൈനലായിട്ട് ഞാനിതിലേക്ക് ഒരു 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടെ ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി ചേർത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക ഫ്ലേവറാണ്. നമ്മൾ കൈ കൊണ്ട് ഞെരടി ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കസൂരി മേത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ കഴിവതും അതും കൂടി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം.
ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന റോസ്റ്റഡ് എഗ്സും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് അതിൻ്റെ 2 സൈഡും ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കണേ, എന്നാലാണ് ആ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലപോലെ ഒന്ന് പിടിക്കുകയുള്ളൂ. ഇനി ഈ മസാലയും മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പം ഞാൻ മസാലയും അതേപോലെ മുട്ടയും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് മസാലയാണിത്. അധികം സ്പൈസി അല്ല എങ്കിൽ ഒരു വെറൈറ്റി ടേസ്റ്റാണ്. ഒരു ചെറിയ പുളിയും അതേപോലെ ഒരു ചെറിയ മധുരമൊക്കെ ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ സ്പൈസി ആയിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വളരെ നല്ലതാണ് ഇങ്ങനെ കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളിനി നെക്സ്റ്റ് ടൈം ചപ്പാത്തിയും പൊറോട്ടയൊക്കെ റെഡി ആക്കുമ്പോൾ അതിൻ്റെ ഒപ്പം സൈഡ് ഡിഷായിട്ട് ഈ എഗ് മസാല ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.